അതിലും തെറ്റൊന്നുമില്ല, പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ റോജിക്ക് കത്തോലിക്ക തിരുസഭയുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കാനായിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു കത്തോലിക്കൻ, സുറിയാനി കത്തോലിക്കൻ വേണം എന്ന് സഭാപിതാക്കന്മാർക്ക് തോന്നി. അതുകൊണ്ട് മാത്യു കുഴൽനാടൻ്റെ പേര് വരെ വെട്ടിയിട്ട് റോജി എം ജോൺ മന്ത്രിയായി. പാവപ്പെട്ട ചാണ്ടി ഉമ്മന് പിന്തുണ കൊടുക്കാനായിട്ട് പരിശുദ്ധ കാതോലിക്ക ഭാവയോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയോ അതുപോലെ മലയാള മനോരമ പത്രം പോലുമോ സജീവമായിട്ട് രംഗത്ത് വന്നില്ല. അതുകൂടി സത്യമാണ്. പക്ഷേ ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മന്ത്രിസ്ഥാനമൊക്കെ വളരെ അപ്രസക്തമാണ്. അദ്ദേഹത്തിന് വലിയൊരു മേൽവിലാസമുണ്ട്. അദ്ദേഹം പുതുപ്പള്ളിയുടെ മകനാണ്, കേരളത്തിൻ്റെ മുഴുവൻ മകനാണ്, എല്ലാവരുടെയും വാത്സല്യഭാജനമാണ്, സ്നേഹഭാജനമാണ്. എല്ലാത്തിലും ഉപരി അദ്ദേഹം യശശരീരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണ്. പുള്ളി അത് പിറ്റേ ദിവസം തന്നെ TV ചാനലിലൊന്നും പറഞ്ഞു, എനിക്ക് മന്ത്രിസ്ഥാനമൊന്നും വേണമെന്നില്ല, അതൊന്നും പ്രസക്തമായിട്ടുള്ള കാര്യമല്ല, ഞാനങ്ങനെ കരഞ്ഞു വിളിച്ച് നടക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പുതുപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ നല്ലവരായ നാട്ടുകാർ അദ്ദേഹത്തെ വാഹനം തടഞ്ഞു നിർത്തുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മയ്ക്കുകയും ഹാരാർപ്പണം നടത്തുകയും ഷാളാനിക്കുകയൊക്കെ ചെയ്തു. പോകുന്ന വഴിയിലെമ്പാടും MC റോഡിലെമ്പാടും ഇദ്ദേഹത്തിൻ്റെ പടം വെച്ച ഫ്ലെക്സുകളുണ്ട്. തിരുവനന്തപുരത്തും അത് തന്നെ രസമായി. ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിൽ സങ്കടപ്പെട്ടിട്ടാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവും സഹോദരിയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തില്ല. ചാണ്ടി ഉമ്മൻ കാൽനടയായിട്ട് അവിടെ എത്തുകയും ആരാധകരുടെയൊക്കെ ഹർഷാരവങ്ങൾ ഏറ്റുവാങ്ങി അവിടെ സർവാണി സദ്യയിൽ പങ്കെടുത്ത് തിരിച്ചു പോയിച്ചു. അടുത്ത ദിവസം അദ്ദേഹം നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് വന്നത് ഒരു ഇലക്ട്രിക് സൈക്കിളിലായിരുന്നു.